ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ വളരെ സ്ട്രോങ് ആയ മത്സരാർത്ഥിയാണ് അപ്സര. മത്സരാർത്ഥികൾ തങ്ങളുടെ ജീവിതകഥ പറയുന്ന റൌണ്ടിൽ തന്റെ ആദ്യ വിവാഹത്തെ പറ്റിയുള്ള ദുരനുഭവം നടി പങ്കുവച്ചിരുന്നു. ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നുവെന്നും വിവാഹമോചനത്തിന് ശേഷം വരുമാനമാർഗം പോലുമില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുമൊക്കെ അപ്സര പറഞ്ഞിരുന്നു. പിന്നീട് TV സീരിയൽ സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെ വിവാഹം ചെയ്തു. അപ്സര ബിഗ് ബോസിൽ തന്റെ ആദ്യ വിവാഹത്തെപ്പറ്റി പറഞ്ഞതിന് പിന്നാലെ ആദ്യ ഭർത്താവ് കണ്ണൻ ഇതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ കണ്ണൻ അപ്സരയുടെ പേര് പറയാതെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മർദ്ദിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടാം വിവാഹം നടക്കാനായി അമ്മയുടെ സമ്മതം തേടി 3 വർഷത്തോളം കാത്തിരുന്നുവെന്ന് പറയുന്നത് സത്യമല്ലെന്നും കണ്ണൻ ആരോപിച്ചു. ഇപ്പോൾ വിവാഹം കഴിച്ച ആളുമായി നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു. 2019-ൽ ഞങ്ങൾ പിരിയുന്ന സമയത്ത് ഇവർ കറങ്ങി നടക്കുകയായിരുന്നു. ആ സമയം വർക്കില്ലെന്ന് പറഞ്ഞിരുന്നു. അതൊന്നുമല്ല, നിരവധി സീരിയലുകളിൽ വേഷമിട്ടിരുന്നു. എന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവർ ഏതോ അമ്പലത്തിൽ പോയി താലി കെട്ടിയതാവണം. കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടി എന്നെ കളഞ്ഞ് പോയതാണ്. ഒരു തവണ സംശയം തോന്നി ഞാൻ അവരുടെ ഫോൺ നോക്കിയപ്പോൾ ഫോണിൽ വോയിസ് ഒക്കെ കണ്ടിരുന്നു. ഇത് ഞാൻ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അയാളുടെ സഹോദരിയുടെയും അമ്മയുടെയും ഒക്കെ മുൻപിൽ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് സീരിയലിൽ അവർക്ക് അഭിനയിക്കേണ്ടതുണ്ട്. ഇവിടെ ഡ്രസ് എടുക്കാൻ വരണം. വന്നപ്പോൾ 1ഉം 2ഉം പറഞ്ഞ് വലിയ പ്രശ്നമായി. എന്നെ പലതരത്തിലും അപമാനിച്ചു. അന്നെന്നെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. അല്ലാതെ ആളിറങ്ങിയിട്ടില്ല. പിന്നീട് ആൾ ഈ വീട്ടിൽ നിന്ന് പോയത് സകല സാധനങ്ങളും എടുത്താണ്. അല്ലാതെ ബിഗ് ബോസിൽ മത്സരാർത്ഥി പറഞ്ഞതൊന്നുമല്ല സത്യം. എല്ലാത്തിനും എന്റെ കയ്യിൽ തെളിവുണ്ട്. ബെൽറ്റ് മാറി അടിച്ചുവെന്നൊക്കെ പറയുന്നത് കള്ളമാണ്. ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്ന് ഷോയിൽ പറയുന്നുണ്ട്. ആളുകൾ വിചാരിക്കും ഞാൻ എന്തോ ചെയ്തതാണെന്ന്. അങ്ങനെയല്ല. സ്കൂളിൽ 8-ലോ മറ്റോ പഠിക്കുമ്പോൾ സൈക്കിളിൽ നിന്ന് വീണെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് പോലും അവർ കറങ്ങി നടക്കുകയായിരുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് നടക്കുമ്പോഴുള്ള ചാറ്റൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കെന്താണ് സംഭവിക്കുകയെന്ന് അറിയില്ല. അവർ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ സപ്പോർട്ട് ചെയ്യും. അത് സ്വാഭാവികമാണ്. സപ്പോർട്ടിനു വേണ്ടി ആയിരിക്കാം ഇതൊക്കെ പറഞ്ഞത്. അതിലൊന്നും തെറ്റില്ല. ഇത്തരം വിഷയം വരുമ്പോൾ കുടുംബം പിന്തുണച്ചാൽ പെൺമക്കൾ ആത്മഹത്യ ചെയ്യില്ല എന്നത് ആള് കൊടുത്ത മെസ്സേജാണ്. അത് കറക്റ്റാണ്. പക്ഷേ മെസ്സേജ് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരാളല്ല ആ മെസ്സേജ് കൊടുത്തതെന്ന് കണ്ണൻ പറഞ്ഞു.